എന്തൊരു പരിപാടി മക്കളെ? അങ്ങനെ കാർഗിൽ എത്തിപ്പോ. അങ്ങനെ കാർഗിൽ നിന്ന് പോകാനുള്ള പരിപാടി. കാർഗിൽ എത്ര 214 കിലോമീറ്റർ ഉണ്ട് ലഡാക്കിലേക്ക് മാത്രമായിട്ട്. ഇത് വഴി എന്ന് പറഞ്ഞാൽ എങ്ങനെ വഴി എന്നുള്ളത് അറിയണില്ല. ഇപ്പോൾ ഒരു ഇന്നലെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതോ ഒരു ഇതായിരുന്നല്ലോ, അതും കാണാനില്ലല്ലോ. നമ്മളെടുത്ത റൂം അതിൻ്റെ ഉള്ളിൽ ഏതാണ്ടാണ്, അതും കാണാനില്ല ശരിക്കും. അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള സമയം ഇപ്പോൾ 9 മണി അതിൻ്റെ. മറ്റവർ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങണല്ലോ എന്ന് പറഞ്ഞാൽ അവർ റൂമൊക്കെ ഇരിക്കുന്ന ടൈമിൽ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ദൂരം എത്തുമല്ലോ. അങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനെ ഫുള്ള് കയറ്റാന്ന് പറഞ്ഞേ. എന്തായാലും പോവാൻ നോക്കട്ടെ. ലഡാക്ക് പിടിക്കാണ്ട് വേറെ രസമില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് മണാലി റോഡ് ഓപ്പൺ ആയിട്ടില്ലെന്ന്. ഇവർ എന്തൊക്കെ പറയണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അടുത്ത ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തിവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കൊടുത്താൽ കിട്ടില്ല ഇവരോരോ കാര്യങ്ങൾ. എന്തായാലും പരിപാടി നോക്കട്ടെ. അങ്ങനെ മിലിറ്ററിക്കാരൊക്കെ നോക്കിയിട്ട് ആക്കണ്ട. എന്നിട്ടാണ് അവന് കയറ്റി സീനാക്കാണോ നോക്കട്ടെ. എന്തായാലും അങ്ങനെയാണ് പരിപാടി മക്കളെ. ഇവിടുന്ന് നല്ല പോവാൻ നോക്കട്ടെ കേട്ടാ. കണ്ടില്ലേ പോവാനുള്ള വഴി? ആ മലയ്ക്ക് കയറി പോകണമെന്ന് പറഞ്ഞേ. അങ്ങനെ അയ്യോ, അവിടെ അറ്റത്ത് കാണുന്ന പാലില്ലേ, നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഇതിൻ്റെ മുകളിൽ കയറാന്ന് പറഞ്ഞ്. ആ പാലത്തിന് അവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഓ വയ്യാട്ടെ കണ്ടില്ലേ, ഒക്കെ നോക്കിയേ. ഇനി മുകളിൽ കയറാണ്ട് തോന്നുന്നുണ്ട്. മാപ്പൊക്കെ മങ്ങനെ കാണണം, ഫുള്ള് വളഞ്ഞിട്ടുള്ള വഴിയാണ്. എന്നാലും അവിടുന്ന് എത്ര ദൂരത്ത് കയറി വന്നു കണ്ടവാനുണ്ട്. വയ്യ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണോ മുകളിലേക്ക്, അത് കഴിഞ്ഞ് ഫുള്ള് ഇറക്കാന്നാ പറഞ്ഞേ. കണ്ടറിയാ. ഓ ഇത് ഗംഭീര കയറ്റാ, ഒരു രക്ഷയില്ല മക്കളെ. എന്താ ചെയ്യുക, ഇപ്പോൾ അങ്ങോട്ടും കൂടിയും പോവാം. എന്തായാലും പുറത്തേക്കല്ലേ, വേറെ പ്രത്യേകിച്ച് പരിപാടി ഇല്ലല്ലോ. നമുക്ക് എന്തായാലും വിചാരിച്ച സ്ഥലത്തെത്താണ്ട് പരിപാടി നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ടില്ലേ കയറ്റം. അങ്ങനെ കയറ്റം കഴിഞ്ഞു മക്കളെ. ഇനി ഫുള്ള് ഇറക്കാൻ നോക്കുന്നുണ്ട്. ഗംഭീര ഇറക്കാൻ നോക്കി കാണിച്ചാലോ. സൈക്കിളിൽ ബ്രേക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് ക്യാമറ ഒക്കെ നിലത്തിട്ടുണ്ട് വരും. പ്രശ്നം. ഹായ്, ഇറക്കാൻ കണ്ടോട്ടോ. ചില്ലറ ഇറക്കുന്നല്ല, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് പോകണേ. ഫ്രണ്ട് ബ്രേക്കും ഇല്ല, ബാക്ക് ബ്രേക്കും ഇല്ല. അതാണ് സീനി. കാലടച്ച് നിൽക്കേണ്ടി വരും. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ സൈക്കിളിൽ ബ്രേക്കില്ലാതെ സൈക്കിളിൽ കാലടച്ച് നിർത്തില്ല. അവിടെ നിർത്തേണ്ടി വരും. നോക്കി ആ ഫുള്ള് അടിക്ക് പോകണമെന്നുണ്ട്. ഗംഭീര ഇറക്കാം. മാപ്പിൽ കാണുമ്പോൾ അതായിരുന്നു അതിൽ വൃത്തിയാട്ടെ ഇറക്കാറുണ്ട്. എൻ്റെ പൊന്നോ, തല കറങ്ങിട്ട് കാണുമ്പോൾ തന്നെ ഇത് ഗംഭീര ഇറക്കാട്ടാ. നോക്കിയേ, ചില്ലറ ഇറക്കുന്നല്ല, ഇറക്കത്തിൻ്റെ വലിപ്പം നോക്കിയേ. അയ്യോ ബ്രേക്കില്ലേ, ബ്രേക്ക് സീനാണ്. വരുമ്പോഴേക്കും സീനാവുന്നു ബ്രേക്ക് മൊത്തം. വരുമ്പോഴേക്കല്ല പോകുമ്പോഴേക്കും. ഇവിടുന്ന് 10-24 കിലോമീറ്ററൊക്കെ ഇങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇത് എന്തിട്ട് ഇറക്കാൻ നോക്കിയത്. എന്തിട്ട് സ്ഥലങ്ങളല്ലേ. കൊക്കല്ല ആ സൈഡൊക്കെ കാണാൻ. അയ്യോ അതിൻ്റെ ഉള്ളിൽ കൂടെ പുഴയും പോണ്ടില്ലേ, കണ്ടോ? അതിൻ്റെ അടിയിൽ കൂടെ പുഴ പോണ്ടിട്ടാ. ജാതിര സൈഡ് നോക്കി. അയ്യോ മൂക്കൊക്കെ വലിച്ചു തുടങ്ങി മക്കളെ, രക്ഷയില്ല. എന്തിട്ട് പറയാ, മുകളിലൊക്കെ മേഘ കണ്ടു ജാതിര സൈഡിൽ. അങ്ങനെയാണ് കാര്യം മക്കളെ. ഇപ്പം ഇവിടുന്ന് വന്നേന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് വന്നുള്ളത് നിങ്ങൾ. നമുക്കേ ഇനി ഇവിടുന്ന് അടിക്ക് ഇറങ്ങാം. നോക്കി നോക്കാമല്ലോ എങ്ങനെ ഉണ്ടെന്ന് അടിക്ക് ഇറങ്ങുമ്പോൾ. കണ്ടാ, അപ്പോൾ അവിടെ നിന്നാണ് ഇറങ്ങിയിട്ട് വന്നത്. അമ്പോ അവിടെ ഒറ്റയ്ക്ക് വെച്ചിട്ട് വീട് നിൽക്കണണ്ട. കണ്ടാ അതിൽ കയ്യൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്ക മോളും. നാളെ പ്രശ്നം വീണാൻ ക്ഷീണം മാറിയിട്ടിലേക്ക്. അയ്യോ അയ്യോ, ഇവിടെയൊക്കെ ഓക്സിജൻ്റെ സീനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് കയറുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് കിട്ടണം, കയറി വരില്ലേ. കയറി വന്നിട്ട് നമ്മളവിടെ ഇരുന്ന് എനിക്ക് കഴിഞ്ഞാണ്ടല്ലോ അത് സീന കിട്ടുക. ഇരുന്ന് എനിക്ക് ആകെ എന്തൊക്കെ കൊടുത്താൽ മതി. ഫുള്ള് സാധനങ്ങളാണ്, ഒരു രക്ഷയില്ല. ഫുള്ള് കണ്ടില്ലേ. അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ തല കറങ്ങിട്ടാ. എന്താ വെച്ചാലേ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ട്. അവിടെ നിന്ന് കയറി വരുമ്പോൾ നന്നായിട്ട് അറിയാ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലഡാക്ക് എത്തി അവിടേക്ക് എത്താൻ പോയിട്ട് പിന്നെ അധികം വർത്താനം പറയില്ല. കുറച്ച് പറഞ്ഞിരുന്നു ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും പറഞ്ഞു. എന്നോട് എല്ലാവരും പറഞ്ഞത് ഓക്സിജൻ സിലിണ്ടറിന് 150 രൂപ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്.
അങ്ങനെ ഞാനൊരു ഓക്സിജൻ സിലിണ്ടർ എന്തായാലും വാങ്ങാൻ വിചാരിച്ചു. അവിടെ പോയി ചോദിച്ചപ്പോൾ 900 രൂപ 700 രൂപയ്ക്ക് പറയണേ. 700 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അറിഞ്ഞൂടെ മക്കളെ, ഒരാഴ്ചക്ക് നിൽക്കാം. പിന്നെ ഓക്സിജൻ സിലിണ്ടർ വേണ്ടാന്ന് വിചാരിച്ചു. മനസ്സിലായി. ഇപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിള്ളേരുടെ കാരണം നിന്ന് പോകണം തന്നെ. മനസ്സിലായ അവർ പിന്നെ എന്നെ വിടണില്ല. അതിലത്തെ ഒരുത്തനാഞ്ച് പറഞ്ഞു ചേട്ടൻ ലഡാക്കർ ഞങ്ങൾ വന്നുകൊണ്ട് ചേട്ടൻ ഒറ്റയ്ക്കല്ല എന്തെങ്കിലും ഉണ്ടായാലും ഉണ്ടാവും നിൽക്കണേ. ഞാൻ പിന്നെ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു നടന്നു, ഒറ്റയ്ക്കായിട്ട് പോകണ്ട, ആരെങ്കിലും കൂട്ടിക്കോന്ന് പറഞ്ഞു നടന്നു. ഞാൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല, എന്തെങ്കിലും കാര്യം വിളിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ റൂം എടുക്കും, അപ്പോൾ ഞാൻ അതിൽ നിൽക്കും. അങ്ങനത്തെ അവസ്ഥ ഇപ്പോൾ. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവരുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. അവർ വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാട്ടോ പരിപാടി. എന്താ പറയുക, പറ്റില്ലേ, പണ്ട് കുഞ്ഞു വലിയ കയറ്റായി നോക്കിട്ടോ. ഉണ്ട് കുറച്ച് വലിയ കയറ്റാട്ടാ. ഞാൻ ക്യാമറ എടുത്തേക്കാൻ നോക്കട്ടെ ഇനി. ക്യാമറ കയറ്റത്തേക്ക് ഒന്നാമത് അറക്കായി കാരണം വർത്താനം പറയണ, കയറ്റത്ത് തീരെ വർത്താനം പറയാൻ പറ്റില്ല. പ്രശ്നം കണ്ടില്ലേ റോഡൊക്കെ നോക്കി. ഇവിടെയൊക്കെ ഇടിഞ്ഞു മുടിഞ്ഞ് വീഴാണാവോ. അടിയിൽ കൃഷി ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ അടിയിൽ. കൃഷിയൊക്കെ ഉണ്ട് അടിയിൽ. മുകളിലൊക്കെ കാണുമ്പോൾ പൂഴി പോലെ കിടക്കണേ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത് മണ്ണില്ലേ, അതേപോലെ കിടക്കണേ. കാർഗിൽ നിന്ന് ലേക്ക് പോണ റൂട്ടാട്ടോ. അത് കണ്ട നല്ല രസാട്ടത്. ബാക്കിലൊക്കെ നോക്കിയേ, ഫുള്ളിങ്ങനെ ആരും ഇല്ലാത്ത പോലെ എന്നൊക്കെ പറയില്ല. ഇതെന്താ ഇവിടെ കുറേ മരിച്ചിട്ടുള്ളത് കുഴിച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ല. ഇത് മറ്റേ ശവപ്പറമ്പ് ആണെന്ന് തോന്നുന്നുണ്ട്. മരിച്ചിട്ടുള്ളത് കുഴിച്ചിട്ടുള്ളതുണ്ട് അവിടെ. ഇവിടെ കഴിഞ്ഞ് മാന്താൻ എളുപ്പമാണാവില്ല. ഇത് നല്ല കട്ടി കണ്ണിലും ഇതൊക്കെയല്ലേ സാധനങ്ങളല്ലേ കണ്ട ഫുള്ള് കുഴിച്ചിട്ട് കൊടുക്കണേ. നല്ല രസമുള്ള റോഡാട്ടാ. അധികം ആൾക്കാരും ഇല്ല. കണ്ടില്ലേ നല്ല സിമ്പിൾ എന്ന് അറിയില്ലേ, സിമ്പിൾ. അടിയിക്കോട്ടൊരു പുഴ കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇല ഇല്ലാത്ത മരങ്ങൾ കണ്ടില്ലേ. ഇല കുറവാട്ടോ തമ്മിലൊക്കെ. ഇത് ഇങ്ങനത്തെ ഉണ്ട്. മുകളിൽ കാണാൻ നോക്കിയൊന്നുമില്ല, ഇല ഇല്ല. ഒരു പാലൊക്കെ ഉണ്ടല്ലോ. തണവുണ്ട് കേട്ടോ. പക്ഷേ ബോഡി ഹീറ്റായി കാരണം കയറ്റൊക്കെ കയറ്റി വന്നപ്പോൾ കയറ്റ അധികം കയറ്റിയിട്ടൊന്നുമില്ല. അധികം തള്ളനെ ചെയ്തേട്ടാ. എന്താ വെച്ചാൽ ബ്രീത്തിങ്ങിന് നല്ല പ്രോബ്ലം ഉണ്ട്. വെറുതെ വല വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ചവിട്ടി നോക്കി. പിന്നെ ഞാൻ തള്ളി. നല്ലത് പെട്ടെന്ന് കിതക്കിയല്ല അങ്ങനെ നോക്കിയ പുഴയിലത്തെ വെള്ളമൊക്കെ കറുത്തുള്ള വെള്ളം കേട്ടോ. കറുപ്പല്ല, ആഷ് കളർ. ആകെ കുത്തി വലിച്ചിട്ട് വരില്ല, അതേപോലത്തെ കളറ് വെള്ളമാണ് പുഴയിലത്തൊക്കെ. ഇടയ്ക്കൊരു കുഞ്ഞേ കയറ്റം വരില്ല, അങ്ങനത്തെ കയറ്റമുണ്ട് തന്നെ. നേരത്തെ ഗംഭീര കയറ്റായിരുന്നു. ഇനി സ്ട്രൈറ്റ് റോഡായി കഴിഞ്ഞാൽ ബാക്കി അവിടെ വരെ ആ വണ്ടി അവിടെ നിന്ന് വരണം വരെ സ്ട്രൈറ്റ് റോഡാണ്. ഓ 60 കിലോമീറ്റർ സ്പീഡാണ് കാറിന് പറയണത് ഈ റൂട്ടിൽ. നോക്കി നമ്മുടെ എത്രയാ, നമ്മുടെ ഹാങ്ങായി. നമ്മുടെ സ്പീഡ് 12. നമുക്ക് ധൃതിയൊന്നുമില്ല, മെല്ലെ പോവാ. ധൃതി കൂട്ടി കഴിഞ്ഞില്ലേ ആകെ കതച്ചുണ്ടാവും. ഒന്നാമതേ ഓക്സിജൻ്റെ പ്രശ്നമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇതിനുള്ളൊക്കെ വീടുകൾ ബിൽഡിങ്ങുകളൊക്കെ പണിയുണ്ട് കേട്ടോ. ഹായ് ഇതെന്ത് മരങ്ങളാണോ ഇത്? കുറേ ആൾക്കാർ മുകളിൽ നിന്ന് പൊട്ടിങ്ങനെ കാണാനുണ്ട്. എന്താണെന്നുള്ളതെന്ന് അറിയില്ല കേട്ടാ. റോഡ് കണ്ടില്ലേ മക്കളെ? അയ്യോ, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ റോഡ് നോക്ക്. അയ്യോ അയ്യാട്ടാ, കയറ്റം ഇറക്കം മാത്രം എന്ന് പറഞ്ഞിട്ട് ഇറക്കം മാത്രം എന്ന് പറഞ്ഞിട്ട് നല്ല കയറ്റമുണ്ട്. ഓ എളുപ്പമല്ല. സമയം ഇത്രയും അറിയോ? എത്രയും 11:51. ഇത്ര നേരെ ചവിട്ടില്ല. ചവിട്ടില്ല കയറ്റം നല്ല. ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ ഇറക്കം വലിയ കാര്യമില്ലേ. കണ്ട ചെറിയൊരു ഇറക്കം വരും, അതൊരു ഫ്ലോ കിട്ടി വരുമ്പോഴേക്കും അടുത്ത് കയറ്റാവും. ആ മലയൊക്കെ കണ്ടാ കാണുമ്പോൾ പേടിയോ? അതേപോലെ കുറേ ഓട്ടോളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. ഇതിൽ ഈ ഭാഗത്തൊക്കെ തീരെ ആൾക്കാരില്ല കേട്ടാ. ഇവിടുത്തെ ഗ്രാമവാസികൾ കുറച്ച് ആൾക്കാർ കാണാനുണ്ട് തന്നെ, അല്ലാണ്ട് വേറെ ആൾക്കാർ അങ്ങനെ കാണുന്നില്ല. വണ്ടിയും കുറവായി. ചിലപ്പോൾ ഇനി ഉച്ചയായ കാരണമാണാവോ. പറഞ്ഞില്ല കണ്ട അപ്പോഴേക്ക് വണ്ടി വന്നു. ഇത്ര നേരം വണ്ടികളൊന്നും വരുന്നില്ല. ഇതന്നെ ഇപ്പോഴും ഇതിലൊരു കാര്യം പറഞ്ഞാണെങ്കിൽ അപ്പോൾ വരുന്നുണ്ട്.
ഇനി ഇവിടെ വല്ല കടോളം എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്താ നേരം പിടിക്കാനാവുക. നേരത്തെ അവിടെ കടം കിട്ടിയപ്പോഴാണ് കുറച്ച് വെള്ളം വാങ്ങിച്ചത്. അത് ആകെ ഒരു കുപ്പി കിട്ടിയത്. വെള്ളം എവിടെയെങ്കിലും കിട്ടുമെന്ന് ഒപ്പിക്കണം. റോഡ് നോക്ക് ഫുള്ള് കല്ല് ഇങ്ങനെ പൊന്തിക്കണ പോലെയാ. അയ്യോ ബ്രീത്തിങ്ങിന് ശരിക്കും നല്ല പ്രശ്നമുണ്ട് കേട്ടാ. കാര്യമാണ് നമ്മുടെ പിള്ളേരെ വിളിച്ചോളേ അവർ ഉറങ്ങുക കഴിഞ്ഞിട്ടില്ലാന്ന് 10:30 വെക്കേറ്റ് ടൈം പറഞ്ഞ നടന്നേ. ഞാൻ വിളിച്ചപ്പോഴേ കഴിഞ്ഞിട്ടുള്ളേ. ഇപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയാണാവോ? 20-25 കിലോമീറ്റർ അതിൻ്റെ ഒന്നും കുറേ നേരം ആയില്ലേ. പക്ഷെ കുറേ നേരമായി കയറ്റം ചവിട്ടിയായിരുന്നേ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ലേ. ഈ ഫോണാണെന്ന് ഇപ്പോൾ ഓഫോ തണവ് കൂടിയായിരുന്നേ. ഫോണ് ക്യാമറത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഇറങ്ങുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. മറ്റേത് ഇതൊക്കെ ഒരു 3 മണി 4 മണിയൊക്കെ സാധാരണ നിൽക്കണതാ. ഇപ്പോൾ നോക്കി 8 ശതമാനമായി. അത് കാരണം ഒരു ഡൗട്ടുണ്ട്. തണവ് കൂടി കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. എനിക്ക് അറിയില്ല കേട്ടാ. പെട്ടെന്ന് ഇറങ്ങണ പോലെ ഉണ്ട്. ഫോൺ മൊത്തം പിന്നെ നല്ല തണവുണ്ട്. അത് കാരണം കാണാവോ എന്താണെന്നറിയില്ല. ഈ ഇവിടെ കാണുന്ന മരങ്ങളില്ല. ഇത് എന്തിട്ട് മരമാണോ? ഇത് ഇവിടുത്തെ ലോക്കൽസ് ഇത് വന്നിട്ട് ഇത് വെട്ടിയിട്ട് മൊത്തം തോലൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട്. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അയ്യോ അടുത്ത കയറ്റം വീണ്ടും കയറ്റം. 12 മണി പറയ്. പിന്നെ വേർക്കണില്ല അധികം. അത് കാരണം കുഴപ്പമില്ല. പക്ഷേ ഹീറ്റാവുണ്ട് ബോഡി. അങ്ങനെ ശരി. റോഡ് നോക്കിയേ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് പാറകളുടെ ഇടയിൽ കൂടെ കണ്ടോ. നോക്കിയേ പാറകൾ നോക്കിയേ എന്തായിട്ടാ നോക്കിയേ. കാണുമ്പോൾ പേടിയാവോ. ഇതെങ്കിൽ തുറന്നുണ്ടാണോ വരില്ലേ. അവിടെ കണ്ടോ കുറേ ഇങ്ങനെ ഓട്ടോകള് മറ്റേ വെടിയേക്കണ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ അറിയാലോ അതിൻ്റെ ഉള്ള ആൾക്കാരുണ്ടെന്ന്. വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ പറഞ്ഞില്ലേ കറുത്തുള്ള വെള്ളം. അവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇവിടെ നിന്നാണോ കറുപ്പ്? ഇവിടെ കയറി ഒന്ന് നൈസായിട്ട് നോക്കിയതാ. അത് നിന്നു നെയ് 2 അടിയൊക്കെ നെഞ്ചത്തടിച്ച് റെഡി ഒന്ന്. അയ്യോ വയ്യ എളുപ്പമല്ല. റോഡ് നോക്ക് കാണുമ്പോൾ പേടിയാവുക. വേണ്ട ഫുള്ള് പാറയുടെ ഇടയിൽ ഇങ്ങനെ പോകണ്ട. നീ ഇവിടുന്ന് എത്ര കിലോമീറ്ററിനാണോ? ഫോണൊക്കെ ഓഫ് ചെയ്യുന്നതുകൊണ്ട്. ഓഫായിട്ടില്ലല്ലേ? ഓഫ്. നെറ്റ് കിട്ടണില്ല. അതുകൊണ്ട് സമയം എത്രയായി? 12 ആയില്ലേ? നെറ്റ് കിട്ടണില്ല. കിലോമീറ്റർ എത്ര നോക്കാം. 10-200 200 താഴെ അതിൻ്റെ ഇപ്പോൾ. നേരത്തെ 202 നടന്നു. കുറച്ച് നേരമായില്ലേ. അങ്ങനെ വയ്യ മക്കളെ. അതിൽ കൂടെ ഇങ്ങനെ റോഡ് കൊണ്ട് തോന്നിട്ടുണ്ടോ? റോഡ് മറ്റേ നടക്കണ റോഡാവുണ്ട് അറിയില്ല. ഞാനേ മെല്ലെ ചവിട്ടാൻ നോക്കട്ടെ. നമ്മുടെ പിള്ളേർ വരുന്നില്ല. അതുകൊണ്ട് അവരോട് പോസ്റ്റാ. അവരോട് പൊക്കോളം പറയാൻ നല്ലത്. ബാക്കിലൊക്കെ നോക്കി ഫുള്ള് ഓട്ടോകൾ കണ്ടാ നോക്കിട്ടാ. കണ്ടാ ഫുള്ള് പേടിയാണോടാ ഇപ്പം സാധനമുള്ള ഫുള്ള്. വഴി നോക്കി. വഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൂപ്പർ റോഡെന്ന് അറിയില്ലേ. ഒരു രക്ഷയില്ലാത്ത റോഡാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് പ്രശ്നം. കയറ്റിറക്കും ചോട്ടാൻ പറ്റില്ല. ബൈക്കുകാർക്കും കാറുകാർക്കും ജാതി രസവും. പക്ഷേ സൈക്കിളുകാർക്ക് മക്കളെ എളുപ്പമല്ല കേട്ടാ. എത്ര നേരമായി എന്നറിയും. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ഓട്ടോ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവര് 4 കിലോമീറ്റർ എന്ന് പറഞ്ഞത് 14 കിലോമീറ്റർ ആയതുകൊണ്ട് ഒരു 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സംശയമുണ്ട്. കുറച്ച് നാളായി. ഇവര് 5 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു 10 കൂടുതലാ. എന്താ കളിന്ന് മനസ്സിലാവുന്നില്ല ഇത്. അങ്ങനെ എന്തായാലും പോവാൻ നോക്കട്ടെ. നിൽക്കണ സ്ഥലം കണ്ടില്ലേ. ഇവിടെ ഉള്ളത് ആകെ 2 കട. ഇവിടെ ടെൻ്റ് അടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തി നോക്കും. തൊട്ടപ്പുറത്ത് തന്നെ ഹോട്ടലുണ്ട് കണ്ടോ. ഹോട്ടലിലൊക്കെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നു. നല്ല ഭക്ഷണം അവിടെ തൊട്ടാ. ഇവിടെ വേറെ ഹോട്ടലൊന്നും ഇല്ല. കിട്ടിയോടത്ത് പോയി കഴിക്കുക കണ്ടില്ലേ. എനിക്ക് വേറെ കാര്യം കാണിച്ചായിരുന്നു. മിലിറ്ററിക്കാരുടെ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാൻ കാണിച്ചായിരുന്ന മിലിറ്ററിക്കാരുടെ വണ്ടിയാട്ടാ. എനിക്ക് വെള്ളം നിറയ്ക്കാണ്. അവിടെ നിന്നൊരു എന്തൊരു പോലത്തെ സാധനത്തിൽ നിന്ന് നിറയ്ക്കുന്നത് ഇങ്ങനെ. അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട്. അതിന് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ നിന്ന് വെള്ളം നിറയ്ക്കാണ്. എന്താ അല്ലേ അങ്ങനെയാണ് കാര്യം നോക്കണേ. അവിടെ നിന്നാണ്ട് ഇപ്പോൾ കയറി വന്നത്. അപ്പോൾ കയറി വരുമ്പോഴാണ് മറ്റേ മണാലിയിലത്തെ മറ്റേ ഇതില്ലേ അതിൻ്റെ ഈ സാധനം കാണണം. നോക്കിയേ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം. ഇതും പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. എന്തൊരു സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് നോക്കാം. അവിടെ നിന്ന് എന്നിട്ട് നിന്ന് വിജയ അങ്ങനെ എന്താ എഴുതിയുണ്ട്. പക്ഷെ വേറെ ഒന്നും എഴുതിയിട്ടാണോ അതിൽ വേണ്ട. ഇത്ര മാത്രമല്ല. ഇതെന്തത് ഇവിടെ വന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. അറിയണവരാരെല്ലാം വെച്ച് കഴിഞ്ഞാൽ നോക്ക്. കണ്ടോ നല്ല രസമായിട്ട് സംഭവം. ഇത് കണ്ടില്ലേ
3 ആർച്ച് പോലത്തെ 3 ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ സൈക്കിളോട്ടിരിക്കുന്നുണ്ട് കേട്ടാ. വയ്യാണ്ടായി മക്കളെ, എളുപ്പമല്ല ചവിട്ടി വരാൻ. ഇപ്പോൾ കുറച്ച് നേരത്തൊരു 10 മിനിറ്റ് മുന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ഓ എന്തൊരു കാറ്റി. പോണ വരണ വഴിക്കുള്ള റോഡ് എന്ന് പറഞ്ഞാലേ അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അതേപോലെ സൈസാ. ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ മോളിക്ക് കുറച്ച് കയറിക്കുണ്ടാവും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്നില്ലേ, വീഡിയോ എടുക്കാന്നിട്ട് അവിടെ നിന്നിട്ട് എടുക്കാമെന്ന് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് പൊട്ടിഞ്ഞു പോകണമല്ലോ. ഇങ്ങനെ ചിന്നിട്ടാണ് നിൽക്കണം. കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടുന്നുള്ളൂ. അന്നേരൊക്കെയാണ് കുറേ റോട്ടിൽ വീണിട്ട് ഇങ്ങനെ കുറേ കൂട്ടി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതെന്തായാലും നല്ല സൈൻഡി. ഇത് കണ്ടില്ലേ, ഇത് നേരത്തെ കണ്ട പോലെ തന്നെ വേറെ കണ്ടതാട്ടാ. ഇതെന്താ ബുദ്ധൻ്റെ എന്താ സാധനമാണ്, അതിൻ്റെ ഉള്ളൊരു ബുദ്ധൻ്റെ ഒരു ഇതുണ്ട് കണ്ട. ഇത് അമ്പലം പോലത്തെ എന്താ സെറ്റപ്പ് ആവുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ട് കാണാം. എഴുതിയുള്ളതൊക്കെ ഈ ടൈപ്പ് സാധനങ്ങളാ, വായിക്കാനും കിട്ടുന്നില്ല. അമ്പലം തന്നെയാണ് തോണ്ടത്. ഇതെന്താ ഓമ് പോലെ എന്തൊക്കെയാണ്. ഇത് നോക്കി മോളിൽ നിന്ന് അവിടെ പൊടി പോകണുണ്ടോ നോക്കി. അതൊക്കെ പിടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട് അതിൽ കൂടെ മൊത്തം പൊളിഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അങ്ങനെ മക്കളെ ഒന്നും പറയണ്ട, എവിടേക്കുള്ള പോക്കത്. ഇത് ഈ ഫുള്ള് മലയും കുന്നും മാത്രമാണല്ലോ. ഇത്ര നേരം ഐസാടുന്നു. ഐസ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മലയായി. ഇതൊരുമാതിരി പേടിപ്പിക്കുന്ന ടൈപ്പ് സാധനം കേട്ടത്. കണ്ടില്ലേ, അങ്ങനെ ഓഹോ അയ്യാണ്ടായി. എവിടെയെങ്കിലും ഒരു ടൗൺ പോലത്തെ ഒരു സാധനം കിട്ടാൻ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം. പരിപാടി അയ്യോ ശ്വാസം എന്തൊക്കെ എഴുതി വെച്ചിട്ട് കണ്ട കൊത്തിയിട്ടൊക്കെ കല്ലുമലൊക്കെ. ഇതിപ്പോഴാണ് ഞാൻ കാണണേ. കല്ലുമലൊക്കെ എഴുതിയിട്ട് എന്തോ ആനൊക്കെ പാടുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രശ്നമാവാണാവോ. ഇതൊരു വെറൈറ്റി സാധനം ഉണ്ട്. കല്ലുമലൊക്കെ മൊത്തം കൊത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊത്തിയിട്ടോണ്ടിട്ടോ നമുക്ക് കാണാൻ. അതൊക്കെ എല്ലായിടത്തും കൊത്തിയിട്ടുണ്ട്. നോക്കി നോക്കാം. കണ്ടോ, ഇതിലൊക്കെ കൊത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്താ കഥ ഒന്നും അറിയില്ല. അയ്യോ കണ്ണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോകാൻ നോക്കാം. എവിടേക്ക് എത്തുന്ന അറിയില്ല. വെറും മലയും ഒന്നും മാത്രം. ഇവിടെയുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ, മണ്ണിൻ്റെ ഉണ്ട്. കണ്ട, ഇതൊക്കെ ഫുള്ള് മണ്ണിൻ്റെ. കണ്ട, നല്ല രസമുണ്ട്. ചെടി കണ്ടില്ലേ. ഓ ശ്വാസം കിട്ടണില്ല അപ്പോളെ. ശ്വാസം കിട്ടാത്തത് വന്ന വഴി കണ്ടില്ലേ, വലിയ കറക്ക. പോണ വഴി കഴിഞ്ഞില്ലേ. എന്നിട്ടാ ഷാർഗോളി വിജായക് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തിൻ്റെ വരാതുകൊണ്ട് കേട്ടാ. ഇവിടെ മറ്റേ ഇതിൻ്റെ ഇത് കാണിക്കണ്ടല്ലോ, മറ്റേ ഓക്സിജൻ സിലിണ്ടറിൻ്റെ 1 കിലോമീറ്റർ റൈറ്റിലേക്കൊന്ന് പോകാൻ വയ്യ മക്കളെ. 50 പെടപ്പം പറിച്ചാലോ. ഓ സൈക്കിളിൻ്റെ ബ്രേക്ക് നോക്കി തരി പോലും ബ്രേക്കില്ല. തേങ്ങ എപ്പോഴാണോ പണിയാവും ഇനി. ഐ ലവ് ബ്രോ. ഇത് ബ്രോ എന്ന് പറഞ്ഞാൽ ഇത് ബോർഡറിൻ്റെ ആണോ? ബോർഡറിൻ്റെ ആണല്ലേ ബ്രോ എന്ന് എഴുതിയുള്ളത്. നല്ല സൈഡില്ലേ. മറ്റൊരാളുണ്ട് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ കടന്നു കൊടുത്തിട്ടുണ്ട്. പാലത്തിന് പഠിക്കുന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നോക്കി. 6 വിസിലടിക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ അടിക്കടാ, കാണാനില്ല. ഇതിലെ എവിടെ വിചാരിച്ച് വിസിലടിക്കണം നോക്കുക. ഇവിടെ ആരും കാണാനില്ല. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കിടക്കാൻ വേണ്ടി ടെൻ്റ് അടിക്കാനില്ലേ ഇല്ലേ. നമുക്കേ ഇവിടെ നിന്ന് പോവാ നല്ലത്. നമുക്ക് പോകുമ്പോൾ വീണ്ടും വിസിലടിക്കണവേ. നല്ല ഈ ഡിസൈനാണ്. മറ്റേ അമ്പലം പോലെ സാധനത്തെ മൂലയൊക്കെ ഉണ്ടായിരുന്നത്. ഇതെന്തൊരു സംഭവം എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ലേക്ക് ഇഞ്ഞ് 186 കിലോമീറ്റർ. ഓ വയ്യ എളുപ്പമല്ല. എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി കണ്ടു. അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾ നാട്ടുകാരൻ. ആളോട് ചോദിച്ചപ്പോൾ അവിടെ സ്റ്റേ അടിക്കട്ടെ വെച്ച് പറഞ്ഞു ഗവൺമെൻറ്റിനാണ്, ചിലപ്പോൾ സ്റ്റേ അടിച്ച് കഴിഞ്ഞാൽ പണിയാവട്ടാന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കാറുന്നു. പറഞ്ഞു വേറെ പാകില്ലേ കാരണം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കുറച്ചും കൂടി നേരെ പോയി നോക്കി നോക്ക്, അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി നേരെ പോന്നു. 4 മണിയാവാറേ. വയ്യ. വഴി നോക്കി മക്കളെ, എന്തുട്ടാ കാണണത്. ഓരോ ടേൺ തിരിഞ്ഞ് വരുമ്പോൾ അത്രയും പടപ്പം സാധനങ്ങളാട്ടെ കണ്ടുവരണേ. നോക്കി ജാതി രസമായി കാണാൻ. നോക്ക് എന്തൊരു ഭംഗിയില്ലേ.
ഭംഗിക്കൊരു കുറവില്ല മക്കളെ. യാതൊരു രസം അടിപൊളി എന്നൊക്കെ അറിയില്ല. ഇതിങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല മക്കളെ. നേരെ ഒന്ന് വന്നിട്ട് പോയി കണ്ടാക്കി നോക്ക്. എന്ത് രസം വെച്ചിട്ടാ, യാതൊരു രസാ സത്യമായിട്ടും. നോണ പറയല്ല, ഒടുക്കത്തെ ഭംഗിയ. ഹൈ ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടാവും. കുറേ ആൾക്കാരെ എന്നോട് പറയുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടർ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടുകയാണോ ഇനിയിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും കിട്ടുന്നു ഒരു സാധനം ഇല്ല ഇവിടെ ഒന്നും ഒരുത്തിലും. ഒരു ഹോട്ടലിൽ കിട്ടി തന്നെ കാലത്തിറങ്ങിയിട്ട് 2 മണിയാകുമ്പോൾ ഹോട്ടലിൽ കിട്ടിയത്. അങ്ങനെ നമ്മുടെ മുകളിൽ കണ്ടില്ലേ ഒരു ഇന്ത്യരെ വരച്ചിട്ട് പിന്നെ മുകളിലൊക്കെ എന്തുകൊണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ നോക്കി യാതൊരു സ്ഥലം കാണാം. എന്ത് രസം എന്ന് പറയുക. കുറേ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ. മലയാണ് ഏറ്റവും രസം കാണാൻ. യോ എന്തിട്ട് ഭംഗി. ഇവിടെ കുറേ ആൾ സ്ഥലത്ത് നോക്കിയിട്ട് ഹോം സ്റ്റേ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ടെൻ്റ് അടിക്കാൻ സ്ഥലം പറ്റില്ല എന്ന് പറയണ വരും. റോഡ് സൈഡാണ് ചിലപ്പോൾ പ്രശ്നമാകുന്നൊക്കെ പറയണം. നോക്കിയോട്ടെ. സീൻ അങ്ങനെ ഞാൻ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഇങ്ങനെ ബുദ്ധ മന്ദിർ ഏതൊരു ബുദ്ധ മന്ദിറാണ്. അങ്ങനെ ഇവിടെ റൂം കണ്ടപ്പോൾ ഞാൻ ആളുടെ അടുത്തൊന്ന് ചോദിച്ചു ഇങ്ങനെ റൂം ഉണ്ടാവുന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് ആദ്യം പറഞ്ഞ 700 രൂപ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവസാനം ആള് 300 രൂപയ്ക്ക് ആക്കിയെന്ന് റൂം. ഞാൻ കാണിച്ചു തരാട്ടാ. റൂമിലേക്ക് കുറച്ച് അതിൻ്റെ കയറണല്ലോ. ഇത് ബുദ്ധ ടെമ്പിൾ എന്നാണ് വിളിക്കുക. ആദ്യം മനസ്സിലായില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ കണ്ട, ഈ പാറയുടെ മുകളിൽ ബുദ്ധേരെ പ്രതിമ കൊത്തി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേട്ടാ. പക്ഷെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മതിൽ അല്ല ഈ മരം നിൽക്കണമായിരുന്നു. നീ കണ്ട എൻ്റെ പൊന്നു ബാക്കിലത്തെ വ്യൂ നോക്കിയേ. ഇത്രയും വ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ പൊന്നു ഇത് കണ്ട അതിൻ്റെ ബാക്കിലുണ്ട ബുദ്ധേരെ പ്രതിമ. അങ്ങനെ മനസ്സിലായത്. ഇത് ആദ്യം സാധാരണ നോർമലായി രൂപമാരും ശ്രദ്ധിക്കില്ല. ഇത് ശരിക്കും ബാക്കിലത്തെ ഒരു രക്ഷയില്ലാട്ടാ. എന്തൊരു വ്യൂ എന്ന് പറയേ കണ്ട സൈഡിൽ. ഇതിപ്പോൾ ഇവിടെ നിന്നാലും ശരിക്കും കാണാൻ പറ്റിയ. എൻ്റെ റൂം അത് അവിടെ നിന്നാലും കാണില്ല, മരമുള്ള കാരണം കറക്റ്റ്. അതാണ് പ്രശ്നം. ഈ സാധനം നോക്കി. ഇതാണ് പൊളി. എന്തിട്ടാ നോക്കി മുകളിൽ കണ്ണ് ചാതിര സൈനിട്ടാ. കണ്ണൊക്കെ തുറക്കില്ലേ എന്നല്ലൊക്കെ രക്ഷയില്ല മക്കളെ. ഇവിടെ ചെറിയ റൂമാണ്. ആൾ പറഞ്ഞു അതിന് തന്നെ കറണ്ട് ഉണ്ടാവില്ല, ബാത്റൂം ഉണ്ടാവില്ല പറഞ്ഞു. അതിന് തന്നെ ബാത്റൂം കോമൺ ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. വെള്ളം ഒരു ബക്കറ്റാണ് കിട്ടുള്ളത് പറഞ്ഞു. നമുക്ക് അതൊക്കെ തരാറില്ലേ. ഇപ്പം എന്ത് ഒരു കപ്പ് മതി എന്നൊക്കെ. ഇതിപ്പോൾ അടിയിൽ പോയി കഴിഞ്ഞാലും തീരെ കാണില്ല. അതുകൊണ്ട് ഏത് സൈഡിൽ എന്നാലും കാണാണോ നോക്കട്ടെ. ഇവിടുന്ന് പിന്നെയും കണ്ട ബുദ്ധേരെ കൊത്തി വെച്ച് കൊടുക്കണതിൻ്റെ മുകളിൽ നല്ല പെടപ്പ സാധനമായിട്ടില്ല. ഇവിടെ എന്താ ബോർഡ് നേരത്തെ കണ്ടില്ലേ? എവിടെയാ? അതവിടെയാ. ഈ കറങ്ങണ മണി കണ്ടിട്ടില്ലേ? എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറണില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറണ വേണ്ടല്ലേ? മോശമില്ലേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ ഫ്യൂച്ചർ ബുദ്ധ എന്ന് പറഞ്ഞിട്ട്. അമ്മോ ശ്വാസം കിട്ടുന്നില്ല. കണ്ടില്ലേ? ഇത് മറ്റേ കറങ്ങണ സാധനമാണ്. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടാവുന്ന അവിടെ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. സൗണ്ടൊന്നും ഉണ്ടാവില്ല. അത് തട്ടുമുള്ള സൗണ്ട് വരിക. അവിടെ ആ കമ്പി തട്ടും കണ്ട മണി അടിക്കും. ഇത് കൊള്ളാം രസമായിട്ട്. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. കണ്ടില്ലേ? ഇനി റൂമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ മുകളിലത്തെ 2 ജനല കണ്ടില്ലേ? അല്ല അപ്പുറത്തെ റൂം എൻ്റെ, ഇപ്പുറത്തെ റൂം ഇയാളുടെ എന്ന് പറഞ്ഞേ. സിമ്പിൾ റൂം അതിൻ്റെ കിട്ടാ. അങ്ങനെയാണ് പരിപാടികൾ. എന്നാൽ ചാണകം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കട്ടെ എന്തായാലും കാര്യങ്ങൾ. അതിൻ്റെ മുകളിലേക്ക് പാറ എന്തൊക്കെയുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ബാക്കി ഇവിടെ. അങ്ങനെ ഇന്നെടുത്ത റൂമാട്ടത് കണ്ടില്ലേ? റൂം കുഞ്ഞ റൂമാണ്, ചെറിയ റൂം. ഇന്നിപ്പോൾ ആരുമില്ല. അവരൊക്കെ ചെറിയ പോസ്റ്റായിട്ട് അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ ആദ്യം ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മാഗി ഉണ്ട്, കോഴിമുട്ടയുണ്ട്. ഈ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ അടപ്പളക്കിട്ടിരിക്കുകയായിരുന്നു. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കത്തിച്ച് വെച്ച് കൊടുക്കുകയാണ്. സൈഡിൽ കൂടെയൊക്കെ ഗ്യാസ് വരും. കത്തി കഴിഞ്ഞാൽ മൊത്തം പൊട്ടി തെറിക്കുക ഉണ്ടാവുക. ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പാത്രമില്ല, അതാണ് പ്രശ്നം. അപ്പം ശരി കേട്ടാ. സൈക്കിൾ ഇതിനുള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണോട്ടാ. എന്ത് തണോന്ന് പറയുക. അങ്ങനെ മാഗിയൊക്കെ ആയി തുടങ്ങി. ഇനി കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ കേട്ടാ. അപ്പം ശരി മക്കളെ.